ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ അറിയപ്പെടുന്നതാണ് ഹൃദയരോഗങ്ങൾ. ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയ ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. ഹൃദയപേശികളിലേക്ക് രക്തമെത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ, നാരുകൾ അടങ്ങിയ കലകൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. അതിറോസ്ക്ലീറോസിസിന്റെ ഫലമായി കൊറോണറി ധമനിയിൽ രക്തം കട്ടപിടിച്ച് ഉണ്ടാകുന്ന അവസ്ഥയാണ് കൊറോണറി ത്രോംബോസിസ്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലിനുണ്ടാകുന്ന തടസ്സവും രക്തക്കുഴൽ പൊട്ടുന്നതും എന്തിനു കാരണമാകുന്നു? സ്ട്രോക്കിന്. സാധാരണ നിലയിലുള്ള രക്തമർദ്ദത്തേക്കാൾ കൂടിയ രക്തമർദ്ദത്തെ എന്തു പറയുന്നു? രക്താതിസമ്മർദ്ദം എന്ന് പറയുന്നു. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എത്ര തരത്തിലുണ്ട്? 2 തരത്തിൽ: ആൽക്കഹോളിക് ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. അമിതമായ മദ്യപാനം മൂലമുണ്ടാകുന്ന രോഗം ആൽക്കഹോളിക് ഫാറ്റി ലിവർ. കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കാരണം ഉണ്ടാകുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതോ ആയ സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറ് പക്ഷാഘാതം. പക്ഷാഘാതം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം ഉയർന്ന രക്തസമ്മർദ്ദം. പക്ഷാഘാതം 2 തരത്തിലുണ്ട്: ഇസ്കെമിക് സ്ട്രോക്ക്, ഹെമറാജിക് സ്ട്രോക്ക്. തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന രക്തക്കുഴലുകളിലെ തടസ്സമോ സങ്കോചമോ മൂലമുണ്ടാകുന്ന സ്ട്രോക്ക് ഇസ്കെമിക് സ്ട്രോക്ക്. അപൂർവ സന്ദർഭങ്ങളിൽ രക്തക്കുഴലുകൾ തകരുകയും മസ്തിഷ്കത്തിലേക്കോ അവയുടെ കലകളിലേക്കോ രക്തമൊഴുകുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രോക്ക് ഹെമറാജിക് സ്ട്രോക്ക്.